നമുക്ക് ചക്കക്കുരും ചേമ്പുന്നാളും ഉപയോഗിച്ചിട്ട് നല്ലൊരു തോരനാണ്, പീരത്തോരൻ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് ഞാൻ ചക്കക്കുരു എടുത്തിട്ടുണ്ട്, ചേമ്പുന്നാൾ, സവാള ഒരു എണ്ണം എടുത്തിട്ടുണ്ട് ചെറുത്, പിന്നെ 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു പിടി തേങ്ങയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതായി നുറുക്കിയ ചേമ്പുന്നാളും ചക്കക്കുരും ഒക്കെ ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/2 സ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1/4 സ്പൂൺ താഴെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ പച്ചമുളക് അരിഞ്ഞതിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് നമുക്ക് നികക്ക വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വേകാൻ ആവശ്യത്തിന് നികക്ക വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു 1/2 സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ആ ചക്കക്കുരു ഒരു 10-15 എടുത്തിട്ടുണ്ട്, ചേമ്പന്താൾ ഒരു 2 ചെറുതായതുകൊണ്ട് 2 എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ഇളക്കിയിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ അതിന് ശേഷം അതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതിലേക്ക് ഞാൻ പുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഇഞ്ചി ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടതെല്ലാം ഒന്ന് വെന്ത് വരാൻ വേണ്ടി നമുക്ക് മൂടി വെച്ച് വേവിക്കാം. അതിന് ശേഷം അതൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പീരത്തോരനാണ്. അപ്പോൾ മീനൊന്നും കിട്ടിയില്ലെങ്കിലും നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ ചുറ്റുമുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലുള്ളത് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് രുചികരമായ ഒരു തോരൻ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു തവണ ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ.